എന്നാലിവിടെ ഞാൻ അറിയാതെ ഇവിടെ കണ്ട സ്നാക്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് വഴി കയറി. അമ്മ ഇതൊക്കെ എവിടെ കൊണ്ടേ വെച്ചേക്കണത്? ഞാൻ പറഞ്ഞാ മതിയാടാ. അല്ല എന്താ പൈസപ്പായിരിക്കും അല്ലേ? പൈസ ആ, ഇവിടെ ഞാനില്ലാത്ത സമയത്ത് അച്ഛൻ പൈസപ്പിലാണല്ലോ തൊഴില്. ചേച്ചി ഞാൻ പൈസ ഒന്നും തപ്പിയൊന്നുമല്ല. എന്ത് തപ്പിയത് നീ? ഇവിടെ എന്നെ പേടിച്ച് ചില ആൾക്കാർ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് പാറുവിന് ഞാൻ അറിയാതെ കൊടുക്കുന്ന ഒരു ന്യൂസ് കേട്ടു. ആണോ? ആരാണോ ഇത്ര കൃത്യമായിട്ട് ചേട്ടനോട് പറഞ്ഞത്? ഓ, അപ്പൊ അതുള്ള കാര്യമായിരുന്നോ? ഓടാ, ഇവിടെ അങ്ങനെ ആർക്കും ഒളിച്ചു വെച്ച് ഒരു കാര്യവും മേടിച്ചു കൊടുക്കലില്ല. ഉണ്ടോടാ അങ്ങനെ? ചേച്ചിയാ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞത് ഇവിടെ എന്നെ പേടിച്ച് അമ്മ എന്തൊക്കെയോ സ്നാക്സ് മേടിച്ച് വെച്ചിട്ട് പാറിന് ഒളിപ്പിച്ചാ കൊടുക്കുന്നേന്ന്. നീ അതും വിശ്വസിച്ച് ഇവിടെ ഒന്ന് തപ്പുമായിരുന്നോ? നല്ലതാ ആവശ്യം അതൊക്കെ പറഞ്ഞു കൊടുക്കണത്. പാറു അവിടെ നിന്ന് മിഠായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ ഓടിപ്പോയി അതിന്റെ ഷെയർ മേടിച്ച് കഴിച്ചതൊന്നും പറഞ്ഞാൽ പോരെ. ഇവന്റെ ഒടുക്കത്തെ കൊതിയാണ് ആ കൊച്ചു കൊടുത്തതാ. അപ്പൊ അതിനെപ്പറ്റി ഒരു സംസാരം വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇത്രയും സമയം എടുത്താ? ഓ, കുറച്ച് സമയം എടുത്തേ. പാറുവിനെ മുട്ടായി കൊടുത്തേര്. ആ കൊച്ചിന്റെ ഷെയർ മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് നിനക്ക് സംശയം തോന്നണേ? ഷെയർ മേടിച്ച കാര്യമൊന്നും മേഡം പറയണ്ട. ഞാൻ പോയെന്നും വിചാരിച്ചോണ്ടേ അവിടെ നിരന്ന് മേടിക്കുന്ന ഞാൻ കണ്ടു. ഇച്ചിരി പോകുന്ന കുഞ്ഞു കഷ്ടം. ആപ്പാടെ ഇച്ചിരി ഉള്ളായിരുന്നു മിഠായി. ഓ, ഒന്ന് നിർത്താവോ? ഒരു മിഠായിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കുറച്ചെങ്കിലും പക്വത കാണിക്കണല്ലേ അച്ചു? എന്നാ മിഠായി. ആണ്ട്രാ വീണ്ടും ചേട്ടനും വീണ്ടും. ചേട്ടനും വീണ്ടും വന്നു. എവിടെ നിന്ന് കിട്ടിയത്? ചേട്ടനാണോ? എനിക്കൊന്നും വേണ്ട, നീ സത്യം പറ. എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. പറയൂല. പറയൂലെന്നാ? എന്നാ പിന്നെ നീ ഒന്ന് കഴിച്ചോലെ തന്നെ. ഇങ്ങോട്ട് വഴക്കുണ്ടാക്കണേ മിഠായിക്ക് വേണ്ടിട്ട്. ആ, ഇതായിരുന്നു നേരത്തെ. ഞാൻ എന്ത് കഴിക്കാൻ എടുത്താലും എന്റെ തട്ടി പറിക്കാമോ? നിനക്ക് എത്ര മിഠായി കഴിച്ചാലും മതിയാവൂല കേശു. നിനക്ക് എന്റെ പിള്ളേരെ ഇത് എന്തൊരു ബഹളമായത്? എന്റെ പൊന്നമ്മൂമ്മ, ഇവിടെ ഒരു ബഹളവും ഇല്ല. ഇവിടെ ഇത്രേ ഉള്ളു സംഭവം. അവക്ക് ഈ മുട്ടായി ആര് കൊടുത്തെന്ന് എനിക്ക് അറിയണം. അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഞാൻ അവക്ക് മുട്ടായി കൊടുത്തത്. അമ്മൂമ്മേ, ആ, അതങ്ങനെ ശരിയാവുന്നു? അതെന്താ? ഞാൻ അവക്കൊരു മുട്ടായി കൊടുത്താൽ ശരിയാവത്തില്ലയോ? അമ്മൂമ്മ അങ്ങനല്ല, അത് ഓക്കെയാണ്. അതായത് ഇപ്പം ഈ മുട്ടായി അമ്മൂമ്മ കൊടുത്തത്, ഇതിന് മുമ്പുള്ള മുട്ടായി ആര് കൊടുത്തത്? കൊച്ചിന്റെ മിഠായി തട്ടി പറിച്ചത് പിടിക്കപ്പെട്ടപ്പോ വീണ്ടും കളിക്കണം. ഞാൻ തട്ടി പറിച്ചൊന്നുമില്ല മുട്ടായി. എന്റെ തട്ടി പറിച്ചു. കേശു, നിന്റെ കാര്യം നോക്കി പോടാക്കാം. ഞാൻ എന്റെ കാര്യം നോക്കി പൊക്കോളാം. പക്ഷെ ഇത് എങ്ങനെയെന്ന് എനിക്ക് അറിയണം. ഇതിന് മുമ്പുള്ള മുട്ട ആര് കൊടുത്തത് എനിക്ക് അറിയണം. അല്ല ഞാൻ പോകൂലെന്ന്. എടാ, അത് ഞാൻ തന്നെ കൊടുത്തത്. അതും അമ്മൂമ്മനാണ് കൊടുത്തത്. ശരിക്കും നിന്റെ പ്രശ്നം എന്താടാ? നിനക്ക് കുറച്ച് ഞാൻ മിഠായി തന്നതല്ലേ? ആ മുട്ടായില്ല, ഈ സാധനം എടുത്തോണ്ട് പോയിട്ട് ഒറ്റയ്ക്ക് കാലമോട്ടടിച്ച് വിളിക്കും ഞാൻ കള്ളം പറഞ്ഞ. തിന്നാൻ നോക്കിയപ്പോ ഞാൻ എടുത്ത് തിന്നു. അത് മുണിങ്ങിട്ടാണ് വർത്താനം പറയണത്. വീക്കേരി ഞാൻ. അതിന് ഈ മുട്ടായി എനിക്ക് വേണ്ട. ഈ മുട്ടായി ആര് കൊടുത്തേന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഓക്കെ, അതിപ്പോ അമ്മൂമ്മ കൊടുത്താണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ. പിന്നെന്താ പ്രശ്നം? ചെറിയൊരു ഡൗട്ടുണ്ട്, ചോദിച്ചോട്ടാ. പോടാ പോടാ. അമ്മ ഈ മുട്ടായി അമ്മൂമ്മ കൊടുത്ത്, ഇതിന് മുമ്പുള്ള മുട്ടായി അമ്മൂമ്മ കൊടുത്ത്, അപ്പൊ അതിന് മുമ്പുള്ള മുട്ടായി ആര് കൊടുത്ത്? അതിന് മുമ്പുള്ള മിഠായി ഏത് മിഠായി? എനിക്കറിഞ്ഞൂടാ. ഞാൻ കൊടുത്ത്. ഞാൻ കൊടുത്തൊരു മിഠായി. അമ്മ കൊടുത്തു? ആ, ഒരു മിഠായി ഞാൻ കൊടുത്തല്ലോ. ആ, ഇനി അതായിരിക്കും. ഓ, അതാണാ? അമ്മ കൊടുത്താ? ആ, ഞാൻ കൊടുത്തായിരുന്നു. അതിന് മുമ്പ് ഒരു മുട്ടായി നിന്റെ അച്ഛൻ കൊടുത്ത്. അച്ഛൻ വന്ന? എന്റെ അമ്മ ഇവനൊന്ന് പിടിച്ചിട്ട് പോണ്ടേ ഇവിടുന്ന്? ഞാൻ പോണ്, ഞാൻ കണ്ടുപിടിച്ചോളാം. കേട്ടോ പക്ഷേ നോക്കട്ടെ മിഠായി. ഈ മിഠായി കഴിക്കണ്ട അമ്മ. ഈ കൊച്ചിന് ഇങ്ങനെ മിഠായി കൊടുത്തിട്ട് അതിന്റെ പല്ല് ചീത്താവൂലേ അമ്മ? എടി, ഇപ്പഴല്ലേ കൊടുക്കാൻ പറ്റൂ. അത് കഴിച്ചോട്ടെ, അത് കൊടുക്ക്. ചീത്തവനിട്ട് അതിന്റെ വാല് പല്ലുണ്ടോ? ഈ കാണിച്ചാ പാറു. ഒരു മിഠായി കറിപ്പുള്ള ഗ്യാപ്പ് ഉണ്ടാവായി. മിഠായി കഴിക്കല്ലേ കേട്ടോ കുഞ്ഞ്, പല്ല് ചീത്താവും. ആ, പിന്നെ പല്ലുണ്ടാവില്ല. വർത്താനം പറയുമ്പോ നാക്ക് പുറത്തേക്ക് വരും. എന്തുവാടി എന്റെ മക്കള്? അയ്യോ, പാറുവേ, ഇങ്ങോട്ട് നോക്കല്ലേ കേട്ടാ. തിരി വേവം വന്നാലും ശരി തന്നെ മണ്ടയ്ക്ക് അടിയും മേടിച്ചോണ്ടേ പോകത്തുന്നു. അയ്യോ പാറു, ഇവിടെ നിൽക്കുന്നേ? ചുമ്മാതാണ്ടി. ചുമ്മാതിയോ? അങ്ങനെ ഒറ്റയ്ക്ക് കൊച്ചു കുട്ടികൾ ഗേറ്റിന് ഫ്രണ്ടിലൊന്നും നിൽക്കാൻ പാടില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകൂലേ?
അങ്ങനെ അവളെ ആരും പിടിച്ചോണ്ട് പോവില്ല ആന്റി. അവള് എന്റെ എന്ത് സാധനം എന്റെ സർവൈലൻസ് നെറ്റ്. അതെന്ത് സർവീലൻസ് നെറ്റ്? ഈ നിരീക്ഷണ വലയം. നിരീക്ഷണ വലയാ? എടാ നിനക്ക് എന്ത് പറ്റി? ആന്റി ഇത്രേ ഉള്ളൂ, അവൾക്ക് എന്തൊരു ഉടായ്പ പരിപാടി ഉണ്ട്. ആർക്ക്? പാറക്കുട്ടിക്കാ? അവള് ചെറുതാണ് കേട്ടോ ഉണ്ണിക്കുട്ട. അവൾക്ക് അങ്ങനെ ഉടായ്പത് പറയാൻ തന്നെ അറിയില്ല നേടിച്ചോ അല്ലേ മോളെ? എനിക്കല്ല ഉടായിപ്പ് ചേട്ടനാ. അത് കറക്റ്റാ മോള് പറഞ്ഞു. ആന്റി എന്തിനാ വന്നത്? അതാ സ്വീറ്റ്സ് കൊടുക്കാൻ. നമ്മളെ സ്വീറ്റ്സ്. സ്വീറ്റ്സാ? ആന്റി അപ്പൊ നേരത്തെ കൊണ്ടുവന്ന് സ്വീറ്റ്സ് കൊടുത്തായിരുന്നു. ഞാനോ? കൊണ്ടുവന്ന് കൊടുത്തില്ല. ഞാൻ ഇപ്പഴേ വന്നേ, രാവിലെ ഞാൻ വന്നിട്ടേ ഈ ഭാഗത്തേക്ക്. അപ്പൊ ആന്റി അല്ലേ അത് കൊടുത്തത്? പിന്നെ ആരുടെയാ തന്നെ? ചേട്ടന് പണിയൊന്നുമില്ലേ? ഇന്നിനി എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെ പണി. എന്നാ ചേട്ടനെ ഇവിടെ ഇരുന്നോ. ബാ നമുക്ക് പോവാ. എങ്ങോട്ട്? അതോടുവാ. അകത്തെല്ലാരും ഉണ്ടോ? ആ എന്നാ നമുക്ക് പോ. നീ വരില്ലടാ? ആന്റി പോക്കോ, ഞാൻ വരാം. ശരി ബാ, അവൻ നിരീക്ഷിക്കട്ടെ. ഇപ്പൊ ഹൈമ ആന്റി അല്ലേ കൊടുത്തത്? നമ്മുടെ ഈ വീട്ടിൽ നിന്നും അല്ല ആരും കൊടുത്തത്. ഞാന് ഇനിയിപ്പൊ തട്ടിക്കൊണ്ടുപോകാൻ വല്ല പ്ലാനും നടന്നോ? ഈശ്വര, കേട്ട സംഭവം. അമ്മ എന്നെ കണ്ടപ്പോ പ്ലാൻ മാറ്റിയത്.